നമ്മൾ പ്ലംബിങ്ങിന്റെ സാധനങ്ങൾ വീട്ടിലേക്ക് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഫിറ്റിംഗ്സ്. എടുക്കുന്ന പൈപ്പ് ഏതാണോ ആ പൈപ്പിന്റെ തന്നെ ഫിറ്റിംഗ്സ് എടുക്കാൻ മാക്സിമം ശ്രമിക്കണം. ഇവിടെ എടുത്തിരിക്കുന്നത് സുപ്രീമാണ്. ഈ ഇരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം കാണാം, ഇതെല്ലാം സുപ്രീമാണ്. ഇത് 445 ഇത് സുപ്രീമാണ്. 4 ലോർക്കി അതും സുപ്രീമാണ്. വൈ സുപ്രീം, ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫിറ്റിംഗ്സും സുപ്രീമാണ്. സുപ്രീമിന്റെ മാത്രം ഫിറ്റിംഗ്സുകളാണ്. അതേപോലെ തന്നെ പൈപ്പുകൾ, അവിടെയുള്ള പൈപ്പുകൾ, ഈ കാണുന്ന പൈപ്പുകളൊക്കെ ഇതിന് ക്ലാസ് 5-ലുള്ള 10 kg പൈപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് പൈപ്പുകളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി അടുത്ത ദിവസം പറയാം. എടുത്തിരിക്കുന്ന കമ്പനികളുടെ അതേ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കണം. പൈപ്പ് ഒരു കമ്പനിയും ഫിറ്റിംഗ്സ് മറ്റൊരു കമ്പനിയുമാണെന്നുണ്ടെങ്കിൽ തമ്മിൽ ഗേജിൽ ചെറിയ വേരിയേഷനും വ്യത്യാസമൊക്കെ ഉണ്ടാവും. തുടക്കത്തിൽ നല്ലതുപോലെ ഒട്ടാൻ ചാൻസ് ഉണ്ട്, പിന്നീട് ഇതിൽ ലീക്ക് വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. മാക്സിമം ലാഭം കിട്ടുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റിംഗ്സിലാണ്. ഇപ്പോൾ ഏതും മേടിക്കാം, പക്ഷേ ഫിറ്റിംഗ്സ് ISI അല്ലാത്ത നോൺ ISI സാധനങ്ങളൊക്കെ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അവർ സാധനം മേടിക്കാൻ പോകുമ്പോഴൊന്നും ചോദിക്കാറില്ല. ആ ലിസ്റ്റ് കൊടുക്കുന്ന ആ ലിസ്റ്റിനകത്തുള്ള സാധനങ്ങൾ തന്നെ 45. അപ്പോൾ 45 അവർ കമ്പനിക്കാർക്ക് ഏറ്റവും മൂവിങ് ഉള്ള സാധനമേ അവർ കൊടുത്തയക്കാറുള്ളൂ. അവർ നോക്കുമ്പോൾ സുപ്രീമിനെക്കാട്ടിലും കൂടുതൽ കമ്മീഷൻ മറ്റേതെങ്കിലും ബ്രാൻഡുകൾക്ക് കിട്ടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ഒരു കമ്പനിക്ക് കിട്ടും. പൈപ്പ് വേറെ കൊടുത്തിട്ട് പൈപ്പ് സുപ്രീം എടുത്തിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ എപ്പോഴും ഫിറ്റിംഗ്സും നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്ത് സുപ്രീം അതിൻ്റെ കമ്പനി നോക്കണം, ISI മുദ്ര, അതിനകത്തൊക്കെ ISI ആണ് ഇത് കണ്ടോ, ഇതിനകത്ത് ISI കാണും. ഫിറ്റിംഗ്സ് ആണെങ്കിലും ചെറിയ ഫിറ്റിംഗ്സ് ആണെങ്കിലും അതിനകത്ത് എല്ലാം തന്നെ ISI, ഇതേപോലെ ഒരു ISI മാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലുള്ള ഫിറ്റിംഗ്സുകൾ മാക്സിമം വാങ്ങിയെടുക്കാൻ ശ്രമിക്കാം. തുടക്കത്തിൽ ചെറിയ ലാഭം നോക്കി നിങ്ങൾ പോയി മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലേക്ക് ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് പ്ലംബിംഗ് വർക്ക്. അത് മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് നമ്മൾ അടച്ചു തുറക്കുന്നതിനെക്കാട്ടിലും വേഗത്തിലാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് പോകുന്നത്. അത്രയ്ക്കധികം ബുദ്ധിമുട്ട്. അത് ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നത് വരെ പല ആൾക്കാർക്കും ഉറക്കം പോലും ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ വിഷമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും കുറഞ്ഞ ഫിറ്റിങ്സ് വാങ്ങരുത്. രണ്ടാമത്തെ കാര്യം, ഏത് കമ്പനിയുടെ പൈപ്പാണോ നിങ്ങൾ വാങ്ങുന്നത് ആ വാങ്ങുന്ന കമ്പനിയുടെ ആ പൈപ്പിൻ്റെ ഫിറ്റിങ്സ് തന്നെ വാങ്ങുക. ചില കമ്പനിക്ക് പൈപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഫിറ്റിങ്സ് ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ്? ഫിറ്റിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനുള്ള മെഷീനറീസും മറ്റു കാര്യങ്ങളും അവർക്ക് ഉണ്ടാവത്തില്ല. നമ്മൾ ആ പൈപ്പ് ഒഴിവാക്കുക, അഭിപ്രായമാണ് കേട്ടോ. ആ പൈപ്പ് ഒഴിവാക്കിയിട്ട് ഫിറ്റിങ്സും കൂടിയുള്ള കമ്പനി ഏതാണോ അത് വാങ്ങിയെടുക്കുക. ഇപ്പോൾ സുപ്രീം ഉണ്ട്, ഫിനോലെക്സ് ഉണ്ട്, ആസ്ട്രാൽ ഉണ്ട്, ശക്തിമാൻ ഉണ്ട്, തുടങ്ങി ഒരുപാട് കമ്പനികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ലഭ്യമാണ്. അറിയപ്പെട്ട കമ്പനികളുടെ ഫിറ്റിങ്സുകളും പൈപ്പുകളും തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും എപ്പോഴും ബെറ്റർ. ആരെങ്കിലും ചോദിക്കാറുണ്ട്, അപ്പോൾ ചെറിയ ചെറിയ കമ്പനികൾക്കൊക്കെ കയറി വരണ്ടായിരുന്നു, നല്ല സാധനം മാർക്കറ്റിലേക്ക് ഇറക്ക്. അങ്ങനെയാണല്ലോ മാർക്കറ്റ് പിടിച്ചെടുക്കേണ്ടത്. നമ്മൾ ചെറിയ സാധനങ്ങളെ ഒന്നും മാറ്റി നിർത്താൻ പറയുന്നതല്ല, നല്ലത് ഇറക്കിയിട്ട് മാർക്കറ്റ് പിടിക്കുന്നതല്ലേ നല്ലത്. ഇത്തരം സാധനങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, പൈപ്പ് മാത്രം ശ്രദ്ധിക്കാതെ ഫിറ്റിങ്സിനും കൂടി അല്പം ശ്രദ്ധ കൊടുക്കുക. ISI മുദ്രയുള്ള നല്ല ഫിറ്റിങ്സുകൾ വാങ്ങി ഉപയോഗിക്കുക. പിന്നീടുള്ള തലവേദനകളൊക്കെ ഇതിൽ കൂടി ഒഴിവാക്കിയെടുക്കാൻ പറ്റും.